पावकानः सरस्वती वाजेभिर्वाजिनीवती यज्ञं वष्टु धिया वसु. ഓം. ഏത് ശാസ്ത്രവും ചതുർവ്യൂഹ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ചിന്തിക്കേണ്ടത്. അതിൽ നമ്മൾ അടിസ്ഥാനപരമായി മനുഷ്യരെ ഇതര ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യരെ വ്യത്യസ്തമാക്കുന്നത്, നമ്മളെല്ലാം ജീവിക്കുകയല്ല, ജീവിക്കുന്നത് സാധനങ്ങളെ കൊണ്ടാണ്, ഇൻസ്ട്രുമെൻസാണ്. അതിൽ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പം ഇവല്യൂഷനിസ്റ്റുകൾ, പരിണാമവാദികളും അല്ലാത്ത മറ്റ് സമ്പ്രദായക്കാരും എല്ലാം മാനിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളുടെ സൂക്ഷ്മത, അതുപോലെ അന്തഃകരണത്തിൻ്റെ അകത്തുള്ള ശക്തികളുടെ സൂക്ഷ്മത. അത് കൂടുന്നതനുസരിച്ചാണ് മനുഷ്യൻ ഇതര ജീവജാലങ്ങളിൽ നിന്നും വളരെ ഉയർന്നു പോകുന്നത്. അപ്പോൾ ശരീരത്തിൻ്റെ പ്രത്യേകത അറിയാമല്ലോ. നമുക്ക് കൈകൾ സ്വതന്ത്രമാണ്. കൈകൾ ഇതര ജീവജാലങ്ങളെ അപേക്ഷിച്ച് സ്വതന്ത്രമാണ് എന്നത് അധ്വാനത്തെ സൂചിപ്പിക്കുന്നു, പ്രയത്നത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അകത്ത് ആത്മാവിന് പ്രയത്നം എന്നൊരു ഗുണമുണ്ട്. പ്രയത്നം എന്നൊരു ഗുണം ആത്മാവിനുണ്ട്. അത് ആത്മാവിൻ്റെ ഗുണമാണ്, പ്രയത്ന ഗുണം. ഈ പ്രയത്ന ഗുണം ശരീരാദികളിലൂടെ എങ്ങനെ പ്രകടമാകുന്നു, അതിൻ്റെ തോതനുസരിച്ചാണ് അതിൻ്റെ സാഫല്യം. ഈ ആത്മാവ് കർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ ശരീരമെടുക്കുന്നു, അതിൻ്റെ സാഫല്യം ഇരിക്കുന്നത് ഈ പ്രയത്നം അകത്തുള്ള ഗുണം സഫലമാകുന്നതിലാണ്, അതായത് പൂർണ്ണമായും പ്രകടമാകുന്നതിലാണ്. ഇതര ജീവജാലങ്ങൾ, ഇതര ജീവശരീരങ്ങളെ അപേക്ഷിച്ച് മനുഷ്യ ശരീരത്തിലാണ് പ്രയത്നം കൂടുതൽ വ്യക്തമാകുന്നത്. അപ്പം ഈ ആത്മാവ് എന്ത് എന്നത് അറിയണമെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക് നോക്കണം. അവിടെയാണ് എൻ്റെ വ്യത്യാസം. എല്ലാ ജീവജാലങ്ങളിലും നമ്മളുടെ ഭാരതീയ വീക്ഷണം അനുസരിച്ച് പുല്ല് തൊട്ട് തൃണം തൊട്ട് ആ ബ്രഹ്മസ്തംഭ പര്യന്തം എന്ന് പറയും. അങ്ങനെ സ്തംഭിച്ചു നിൽക്കുന്ന വൃക്ഷങ്ങൾ, ഇത് അനങ്ങാതെ നിൽക്കുന്ന സ്ഥാവരങ്ങളായിട്ടുള്ള വൃക്ഷാദികൾ, വൃക്ഷലതാദികൾ, വള്ളിച്ചെടികൾ, പുല്ലുകൾ, തറ പറ്റിക്കിടക്കുന്നവ, ഇവ തൊട്ട് അങ്ങ് 4 വേദവും കണ്ഠസ്ഥമാക്കി ഉപദേശിക്കാൻ കഴിയുന്ന ബ്രഹ്മ വരെയുള്ള മനുഷ്യർ, അതായത് മനുഷ്യഗണമാണ്. മനുഷ്യരിൽ നിന്നാണ്, മനുഷ്യ കുലത്തിൽ നിന്നാണ് ബ്രഹ്മാവ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ പുല്ല് തൊട്ട് മനുഷ്യൻ വരെ ഉള്ള സർവ പ്രാണികളും ആത്മയുക്തരാണ്, ആത്മാവുള്ളവരാണ്. ഇതിലെല്ലാം ആത്മാവുണ്ട്. എല്ലാ പരമ്പരയും അങ്ങനെ അംഗീകരിക്കുന്നില്ല. മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഈ ആത്മാവ് എന്ന് പറയുന്നതിനെ മിക്കവാറും പല സമ്പ്രദായങ്ങളും മതങ്ങളും അംഗീകരിക്കുന്നുള്ളൂ. നമ്മളങ്ങനല്ല. അന്തഃസജ്ഞാ ഭവന്തിയേത എന്ന് പറയും. ഈ മനുഷ്യരല്ലാത്ത, സംസാരിക്കാൻ കഴിയാത്ത, ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഇതര ജീവജാലങ്ങളുണ്ടല്ലോ, അവയിലങ്ങ് പുല്ല് വരെ പോയാലും തൃണപര്യന്തം ഉള്ള ആ ജീവഗണത്തെ എടുത്തുകൊണ്ട് പറയുന്നു അന്തഃസജ്ഞാ ഭവന്തിയത്. അകത്ത് അവയ്ക്ക് പ്രജ്ഞയുണ്ട്. അവ തിരിച്ചറിയുന്നുണ്ട്. എന്ത് തിരിച്ചറിയുന്നു? സുഖദുഃഖങ്ങളെ തിരിച്ചറിയുന്നു. അനുകൂലത ഹാബിറ്റേഷൻ എന്നൊക്കെ പറയത്തില്ലയോ, അത് പിന്നെ ബയോളജി പറയുന്ന അത് അവരിലുണ്ട്. ചൂട് കിട്ടണമെങ്കിൽ വെയിലുള്ള ഭാഗത്തേക്കുള്ള നീക്കം, വേരോട്ടം, അല്ലെങ്കിൽ അതിൻ്റെ കാണ്ഡം ചായുന്നത്, ഇല പോകുന്നത്, പിന്നെ വെള്ളം കിട്ടുന്നിടത്തേക്ക് വേര് പോകുന്നത്, വേരാണ്ടിറങ്ങുന്നത്. അപ്പോൾ ഈ ബോധം, പരിസരബോധം അതിജീവനവുമായി ബന്ധപ്പെട്ട് അവ കാട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, സുഖദുഃഖാനുഭവമുള്ളിടത്ത് ആത്മാവുണ്ട് എന്ന് മനസ്സിലാക്കാം. സുഖമോ ദുഃഖമോ അതൊരു തിരിച്ചറിവ് എവിടെയുണ്ടോ അവിടെ ആത്മാവുണ്ട്. അപ്പോൾ അതിൽ കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മളുടെ ഈ പദ്ധതി ചതുർവ്യൂഹത്തിലേക്ക് വരാം. ഇപ്പോൾ ആത്മാവിൻ്റെ പ്രകടനം എടുത്തതുകൊണ്ട് ആ വിഷയം കൂടെ പറയാം.
കുറിച്ച് വെക്കേണ്ടതാണ്. ഇച്ഛാദിഭിരാത്മാ അനുമീയത്തെ. എങ്ങനെയാണ് ഈ ആത്മാവുണ്ട് എന്ന് സയൻസിന് സ്ഥിരീകരിക്കാൻ പറ്റുന്നില്ല, നമ്മൾ സ്ഥിരീകരിച്ചു. നമ്മുടെ രണ്ട് വലിയ പദ്ധതികൾ, അറിവിൻ്റെ വലിയ രണ്ട് ശാഖകൾക്കിടയിലുള്ള ഒരു താരതമ്യം കൂടിയാണല്ലോ ചെയ്തു പോകുന്നത് വേദശാസ്ത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ ശാസ്ത്രം വേറെ സയൻസ് വേറെ എന്ന് പറയുമ്പോൾ സയൻസിൻ്റെ പക്ഷത്ത് അവർ ഏറ്റവും പുതിയ ബയോളജി, സിസ്റ്റംസ് ബയോളജി എന്ന് പറയുന്ന സിസ്റ്റംസ് ബയോളജിയിൽ വ്യവസ്ഥാതന്ത്രം എന്ന് പറയും. അങ്ങനെ അവർ പഠിച്ച് ജീവവ്യവസ്ഥയെ പഠിച്ച് അതിനൊരു ഏജൻസി, ഒരു ഏജൻ്റ് ഉണ്ട്, ഉത്തരവാദിത്വം എടുക്കുന്ന ഏതോ ഒരു സംഗതി ഉണ്ട് എന്നൊരു ബോധ്യത്തിലേക്ക് അവർ മെല്ലെ മെല്ലെ നീങ്ങുന്നുണ്ട്. പക്ഷേ ആ ഉത്തരവാദിത്വം ഓരോ ശരീരത്തിലും അല്ല ഒരു ഇക്കോസിസ്റ്റത്തിൽ ഉത്തരവാദിത്വം എന്ന് പറയുന്നൊരു സംഗതി ഏജൻസി അവർ മാനിച്ചു തുടങ്ങി. അതുവരെ എന്താണ്, ഇതെല്ലാം മൂലകങ്ങളുടെ എലമെൻസിൻ്റെ ഹൈഡ്രജനോ ഫോസ്ഫറസോ അതൊക്കെ ഒരു പ്രത്യേക രീതിയിൽ അങ്ങനെ കൂടി കലർന്ന് ഒരു സുപ്രഭാതത്തിൽ ജീവൻ എന്ന് പറഞ്ഞൊരു പ്രതിഭാസം, പ്രോട്ടോപ്ലാസം എന്നൊക്കെ പറയുന്ന സംഗതി അതുണ്ടാവുന്നു. അങ്ങനെ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നൊക്കെ പറഞ്ഞുള്ള നിയമങ്ങളും എവല്യൂഷൻ്റെ നിയമങ്ങളും ഒക്കെ ആയിട്ട് അവരതിനെ ആവശ്യം വരുന്നതനുസരിച്ച് അങ്ങനെ വിമർശിച്ചും വിശദീകരിച്ചും ഒക്കെ പോകുന്നു. ഇപ്പുറത്തുള്ള കുഴപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരമ്പരയിലുള്ള ഈ ശാസ്ത്ര പഠനം നമ്മൾ നിർത്തിക്കളഞ്ഞു. നമ്മൾ ന്യായദർശനം പഠിക്കുന്നില്ല. അതാണ് എൻട്രി ലെവല്. ബാഹ്യലോകത്തേക്കുള്ള പ്രകൃതിയിലേക്കുള്ള പഠനം ആരംഭിക്കുന്നത് പൂർവിക പദ്ധതിയിൽ ന്യായദർശനത്തിലാണ്. അത് നമ്മൾ പഠിക്കുന്നില്ല. ന്യായദർശനം എന്ന് പറഞ്ഞ് കുട്ടികൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ കുട്ടികൾ കോളേജിലും യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കുന്നുണ്ട്. അത് പ്രൈമർ ടെസ്റ്റുകളാണ്, വളരെ പ്രൈമറായിട്ടുള്ള ബേസിക് ടെസ്റ്റുകൾ മാത്രമാണ്. അതിലൂടെ ന്യായം എന്ന് പറയുന്ന ആ ദൃഷ്ടികോൺ, ഋഷിയുടെ ദൃഷ്ടിയാണ് ന്യായം എന്ന് പറയുന്നത്. ദൃഷ്ടി എന്ന് വെച്ചാൽ എന്താണ്? കാഴ്ചപ്പാട്. അപ്പോൾ ഋഷി നോക്കിക്കാണുന്നു. ഋഷി ഒരാളല്ല, അനേകരാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇപ്പം സയൻസിൻ്റെ പ്രത്യേകത എന്താണ്? സയൻസും വേദശാസ്ത്രവും തമ്മിലുള്ള ശാസ്ത്രം ഞാൻ ഉദ്ദേശിക്കുന്നത് വേദശാസ്ത്രം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത് ഒന്നുകൂടി ഉറപ്പാക്കാൻ വേണ്ടിയാണ്. ഇന്ന് സയൻസിനെ നമ്മൾ ശാസ്ത്രമെന്ന് വിവർത്തനം ചെയ്ത് പ്രയോഗത്തിൽ അല്ലെങ്കിൽ പ്രചാരത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ശാസ്ത്രബോധം നഷ്ടപ്പെട്ട ഒരു തലമുറയുടെ എന്താണ് പറയുന്നത്, അപകടകരമായൊരു തീരുമാനമായിപ്പോയി. നമ്മൾ പറയും വേദം എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഓർമ്മ വരുന്നത്, ആചാര വിഷയത്തിൽ ഒരു മീറ്റിംഗ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അപ്പം സമാജത്തിൻ്റെ ഭാഗമായിട്ട് ഞാനതിൽ പങ്കെടുത്തു, സംസാരിച്ചു. ആചാര സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് നമ്മളുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അതിങ്ങനെ സജീവമായി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു ആചാര സംരക്ഷണ സമിതിയൊക്കെ അവിടെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ വിഷയങ്ങൾ വിശദീകരിക്കാൻ വേണ്ടി എന്നെ കൂടി വിളിച്ചു. അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ സാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം വരുന്നത്. അപ്പം കുറച്ചു നേരം കേട്ടുകൊണ്ടിരുന്നതിന് ശേഷം അദ്ദേഹം എൻ്റെ ഊഴം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം സംസാരിച്ചു തുടങ്ങിയപ്പോൾ പ്രത്യേകമായിട്ട് അദ്ദേഹം എടുത്തു പറഞ്ഞൊരു ഈ മുഖ്യ പ്രഭാഷകൻ അതിലുപയോഗിച്ചൊരു പദം വൈദികം. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ ചേരുന്നത്? വൈദികം നമ്മൾ ഈ പലപ്പോഴും അതിനുശേഷം ഞാൻ വളരെ കോൺഷ്യസ് ആണ്. ഞാൻ ചോദിക്കാറുണ്ട് ഈ വിഷയം നിങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് തന്നെയാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്ന്. അപ്പോൾ വൈദികം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ വൈദികം എന്ന് മനസ്സിലാക്കുന്നത് വേദവുമായി ബന്ധപ്പെട്ടത് എന്ന് തന്നെയാണ് മൂലാർത്ഥത്തിൽ. പക്ഷേ വൈദികർ എന്ന പ്രയോഗം എവിടെയാണുള്ളത്? ആരെയാണ് നമ്മൾ വൈദികർ എന്ന് പത്രങ്ങളിലൂടെ അറിയുന്നത്? വേദവുമായി ബന്ധപ്പെട്ടവരെയല്ല. അവർക്കെങ്ങനെയാണ് വൈദികർ എന്ന പദവി കിട്ടിയത്? അപ്പോൾ ക്രിസ്ത്യൻ പ്രീറ്റ്സിനെയാണ് നമ്മൾ വൈദികർ എന്ന് പറയുന്നത്. അതെങ്ങനെ അവർക്ക് നേടിയെടുക്കാനായി? നമുക്കിവിടെ വന്ന ഒരു ഛേദം, ഒരു നഷ്ടം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, പരമ്പരാ വിച്ഛേദം അത് ഓർക്കാപ്പുറത്ത് സംഭവിക്കും. പല പുതുമകളും വന്നു ചേർന്ന് കാമ്പായത് സാരമായി നഷ്ടപ്പെട്ടു പോകും. എന്നല്ല അതിൻ്റെ കഷ്ടമെന്ന് പറയുന്നത്, എത്രയോ തലമുറകൾ വിളക്ക് വെച്ച് നിരന്തരം നിത്യം ജപിച്ചും പറഞ്ഞും പഠിപ്പിച്ചും അനുശീലിച്ചും ഓർമ്മയിൽ സൂക്ഷിച്ച് അടുത്ത തലമുറയ്ക്ക് നൽകിക്കൊണ്ടേയിരുന്ന കാര്യങ്ങളാണ് ഒരു തലമുറയുടെ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ അനവധാനത കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്നത്. പിന്നെ അത് വിളക്കി ചേർക്കുക, ആ പൊട്ടിയ ചങ്ങല വീണ്ടും ചേർക്കുക, അത് വളരെ ശ്രമസാധ്യമാണ്. ഇനി വിളക്കി ചേർത്താലും എന്താണ്, ആ യാത്രയിൽ ഒരു കുറവുണ്ടാവുക തന്നെ ചെയ്യും. അപ്പം നമുക്ക് എപ്പോഴും നമ്മളുടെ കരുതലെന്ന് പറഞ്ഞാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് പരമ്പര അറിയാത്തയാൾ എന്ത് സമ്പ്രദായം പറഞ്ഞാലും അതിനെ മാനിക്കരുതെന്ന് പറയാൻ കാരണം,
എപ്പോഴും സൊസൈറ്റി ഇപ്പം ഒരു കറണ്ട് സൊസൈറ്റി, ഇപ്പം ന്യൂ ജനറേഷൻ എന്നൊക്കെ ഈ കുട്ടികൾ പറയുകയും അതിനെ നമ്മൾ പലപ്പോഴും അതിൻ്റെ അവരുടെ അവകാശങ്ങളെ അനുവദിച്ച് എൻഡോഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. ജെൻ സി വിപ്ലവം, ജനറേഷൻ ഇസഡ്, ഇനിയും ഇംഗ്ലീഷിൻ്റെ ലെറ്ററുകളെല്ലാം എടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത തലമുറ എന്ത് ചെയ്യും? എ ടു ഇസഡ് കഴിഞ്ഞു, അവർ അടുത്ത് വരുന്നവരെന്ത് ചെയ്യും? അപ്പോൾ ഇത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ. കാരണം ഇത് എല്ലാവരും ആ കരുതലുള്ളവരാവണം. നമുക്ക് മുമ്പ് കുറേ പേരുണ്ടായിരുന്നല്ലോ. നമ്മളൊരു യാത്രയിലാണ്, വളരെ ദീർഘമായൊരു യാത്രയിലാണ്. വ്യക്തിപരമായിട്ടാകട്ടെ നമ്മുടെ കൂട്ടത്തോട് ഇപ്പോൾ കുറച്ച് പേര് സ്ഥലകാലങ്ങളിൽ ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് സ്ഥലകാലങ്ങളിൽ വ്യവഹരിച്ചുകൊണ്ടിരിക്കുന്നു. വർത്തമാനം എന്ന് പറയുന്ന വർത്തമാനകാലത്ത് നമ്മൾ കുറച്ച് പേരുണ്ട്, പല കാര്യങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പല പല ലോകങ്ങളാണ്. അമ്മമാരുടെ ഒരു ലോകമുണ്ട്, കുട്ടികളുടെ ലോകമുണ്ട്, അച്ഛന്മാരുടെ ലോകമുണ്ട്. ഇതെല്ലാം പ്രത്യേക ലോകം. അത് ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ കഴിയണം. കുട്ടികളുടെ ലോകം നമുക്കിടയിലുണ്ട്, അത് വേറെയാണ്. അതിൻ്റെ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട്. താരലോകമുണ്ട്, അത് നമുക്കറിയാം. നിരന്തരം വാർത്തയും ധാടിയും മോടിയും ഒക്കെ ഉള്ളതുകൊണ്ട് താരലോകം. അതുപോലത്തെ എത്രയോ അധോലോകമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം പ്രത്യേക അടരുകൾ, തലങ്ങൾ ഇങ്ങനെ വർത്തമാനകാലത്തുണ്ട്. ഇത്രയും വലിയ വൈവിധ്യത്തോടുകൂടി. ഭിന്ന രുചിർഹി ലോക എന്ന് കാളിദാസൻ പറയും. ഈ ലോകമോ ഓരോന്നിൻ്റെയും ടേസ്റ്റ് വെവ്വേറെയാണ്. ഒന്നിൻ്റെ രുചിയല്ല മറ്റൊന്നിൻ്റേത്. അപ്പോൾ രുചിഭേദങ്ങളോടുകൂടി നമ്മളെല്ലാം വർത്തമാനകാലത്തിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊക്കെ സത്യമാണ്, തർക്കമൊന്നുമില്ല. അതിൽ ചില ലോകങ്ങൾക്ക് ചില എന്താണ് പറയുന്നത്, ഒരു ഹയറാർക്കി, അവർ പിന്നെ ആ പടിയിൽ ഇത്തിരി മുകളിലാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം ചെയ്തുകൊണ്ടിരിക്കും. ഇവ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, പരസ്പര മത്സരമുണ്ട്. അധികാരം എന്ന് പറയുന്നത് ഭൂമിയിലുള്ള അധികാരമാണ്. ഭൂമി ഒരുപാടില്ലല്ലോ, ആകാശം ഒരുപാടില്ലല്ലോ. അപ്പം അവിടെയൊക്കെ അധികാരത്തിന് വേണ്ടി ഈ വ്യത്യസ്ത ലോകങ്ങൾ പല കാലത്ത് ശ്രമിക്കാറുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാമോ ഏതൊക്കെ ലോകത്തിനാണ് ഇന്ന് പ്രാബല്യമുള്ളത് എന്ന് വെച്ച് എന്നും എക്കാലത്തും ഈ കാണുന്ന ലോകങ്ങൾക്ക് തന്നെയാണ് പ്രാബല്യമുണ്ടാവുക, അവർ തന്നെയാണ് അധികാരം കൈകാര്യം ചെയ്യുക എന്നും തിരിച്ചറിയരുത്. അപ്പോൾ നമ്മളുടെ കാഴ്ച വളരെ ചെറുതായി പോയതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴത്തെ ഓളം, ബൂം അതിൻ്റെ പുറകെ പോകുന്നത്. ആ ബൂമിൻ്റെ പുറകെ പോകുമ്പം ഉണ്ടാകുന്ന നഷ്ടം എന്ത് നമ്മൾ തിരിച്ചറിയുന്നില്ല. എല്ലാ ദീപാവലി, തമിഴ്നാട്ടിലും മറ്റുള്ള ദീപാവലി ആഘോഷം കഴിഞ്ഞ് അവിടെ ആ ദിവസങ്ങളിൽ പോയിട്ടുള്ളവർക്കറിയാം. എൻ്റെ പിറ്റേ ദിവസം ചപ്പും ചാവറും പിന്നെന്താന്ന് പറയുന്നത് ഒരാവശ്യവുമില്ലാത്ത കുറേ സാമഗ്രികൾ നമുക്ക് അവിടെ എല്ലാം ചിതറിക്കിടക്കുന്ന കാണാം. അത് ക്ലീൻ ചെയ്യാനും അതിൻ്റെ എന്താണ് പറയുന്നത്, അതിൻ്റെ മാലിന്യ നിർമ്മാർജ്ജനം എന്ന് പറഞ്ഞൊരു വലിയ 2-3-4 ദിവസത്തെ പണിയായിരിക്കും പിന്നെ സർക്കാർ ഏജൻസികൾക്കും വ്യക്തികൾക്കും ഒക്കെ. പടക്കം പൊട്ടിക്കുക, എന്തിനാണ് ഈ പടക്കം പൊട്ടിക്കുന്നത്? അങ്ങനെ പടക്കം പൊട്ടിച്ചൊഴിഞ്ഞൊരു ചന്തയുടെ അവസ്ഥയായിരിക്കും ഈ ഫാഷനും ഭൂമിനും പുറകെ പോയി കഴിയുമ്പോൾ ഒരു സമൂഹത്തിൻ്റെ 1-2 വ്യക്തികളാണ്, കുഴപ്പമില്ല, അതൊക്കെ ഞങ്ങളുടെ ഇഷ്ടമല്ലേ, നിങ്ങളുടെ ഇഷ്ടമാണ്. ഭിന്ന രുചിർഹി ലോക, തർക്കമൊന്നുമില്ല. പക്ഷേ രുചികളെ അന്യോന്യം നമ്മളൊരു താളത്തിലൊരു പൊരുത്തത്തിൽ അങ്ങനെ ചേർത്ത് കണ്ടില്ലല്ലോ. പല രുചികളെയും നമ്മൾ ഇതേ നിലയിൽ ഒരു രുചിയെ നമ്മൾ ഒരാളുടെ ഇഷ്ടത്തെ, ആ ഇഷ്ടം സമൂഹത്തിൻ്റെ മര്യാദകൾക്കല്ലെങ്കിൽ പരമ്പരയ്ക്ക് വിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോഴുള്ള എതിർപ്പ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങളെ അവഗണിച്ചു പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ലല്ലോ. മാംസാഹാരത്തിൻ്റെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നേരത്തെ മാംസാഹാരം സ്വകാര്യ വിഷയമായിരുന്നു, അപൂർവമായിട്ട് ആരെങ്കിലും ചെയ്താലായി. നമ്മളുടെ വ്യവഹാരങ്ങളിലൊക്കെയും ഭക്ഷണാദികളിൽ സദ്യ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾ, നമ്മളുടെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ, ആഘോഷങ്ങൾ, അതിലെല്ലാം എന്തായിരുന്നു? സസ്യാഹാരമായിരുന്നു. അപ്പോൾ സസ്യാഹാരം നിഷ്ഠയായിട്ട് കൊണ്ടുവന്നൊരു സമൂഹമായിരുന്നു നമ്മളെന്നുള്ളൊരു തെളിവാണ് നമ്മളുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഇന്നും മിക്കവാറും അത്യാവശ്യം അറിവുള്ളവർ സസ്യാഹാരത്തെ തന്നെ പൊതുശീലമാക്കി പുറത്തു കാട്ടാറുള്ളൂ. പക്ഷേ ഇപ്പോഴോ പൊതുവേദിയിൽ, പൊതുരംഗത്ത്, മാർക്കറ്റിൽ സസ്യാഹാരമല്ല കിട്ടുന്നത്, മാംസാഹാരത്തിനുള്ള സാമഗ്രികളാണ് കിട്ടുന്നത്. എന്താ കാര്യം? കുറച്ച് പേരുടെ നിർബന്ധം, കുറച്ച് പേരുടെ കച്ചവട താല്പര്യം, അതിന് കൂടുതൽ അംഗീകാരം കിട്ടുന്നു, തള്ളിക്കയറ്റം ഉണ്ടാകുന്നു. അപ്പോൾ സംഗതി എന്താ നഷ്ടപ്പെടുന്നത്? നേരത്തെ പറഞ്ഞില്ല, ചങ്ങല പൊട്ടിക്കലാണ്. അപ്പം എവിടെയും എവറി ജനറേഷൻ, അത് കാലമേതാകട്ടെ സ്ഥലമേതാകട്ടെ, ഓക്കെ, ഇനി എനി time and space, every generation is a piece, okay, piece of the tradition. ഏത് തലമുറയാവട്ടെ, അത് സുദീർഘമായ മനുഷ്യ പരമ്പരയുടെ ഒരു ചെറിയ അംശം, ഒരു കണ്ണി മാത്രമാണ്. ആ ബോധം എല്ലാ തലമുറയ്ക്കും ഉണ്ടാവേണ്ടതല്ലേ? അത്രേ നമ്മളോട് പറയുന്നുള്ളൂ. അതൊരു തലമുറയ്ക്കില്ല, ബാക്കി എല്ലാ തലമുറകളും, ഇതുവരെയുള്ള മുഴുവൻ തലമുറകളും തെറ്റായിരുന്നുവെന്ന് നിരങ്കുശം പറയുന്നവരെ തിരുത്തുക എന്നത് നിർബന്ധമായി ചെയ്യേണ്ട കാര്യമാണ്. അങ്ങനെ അനുവദിക്കാനാവില്ല. അതുകൊണ്ടാണ് പരമ്പരാപ്രമാണം എന്ന് പറയേണ്ടി വരുന്നത്.
വീണ്ടും വീണ്ടും പറയണം. സയൻസ് പ്രമാണമാകും പരമ്പരയോട് ചേർന്നാൽ പരമ്പരയുടെ അറിവിനോട് ചേർന്ന് അതിനെ പുരസ്കരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറവുകൾ എവിടെയും ഉണ്ടാവും. മനുഷ്യരല്ലേ, ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഒക്കെയുള്ള നമ്മുടെ പ്രയത്നങ്ങൾക്ക് പല കുറവുകളും ഒക്കെ ഉണ്ടാവും. അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ചിലരുടെ ശാഠ്യങ്ങൾ ശാസ്ത്രമാണ്, ശാസ്ത്രപക്ഷത്തേക്ക് കൊണ്ടുവരിക, അത് അതിൽ കിടന്ന കാര്യമാണ്. അതേ അവസ്ഥയാണ് ബൈബിൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക സംഘത്തിൻ്റെ ഒരു ഇഷ്ടവിഷയത്തെ യൂണിവേഴ്സലാക്കി, കാത്തലിക്കാക്കി, ഇവാഞ്ചലിക്കൽ ആ സ്പിരിറ്റോടുകൂടി എത്തിച്ചു. കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് വേദപദവി കിട്ടുന്നു, സത്യവേദ പുസ്തകം എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഖുറാൻ എന്ന് പറയുന്ന മറ്റൊരു സംഘത്തിൻ്റെ ഒരു സമ്പ്രദായത്തിൻ്റെ ഒരു പ്രത്യേക കാലത്ത് മാത്രമല്ല, എക്കാലത്തുമില്ല. നമ്മൾ അത് സുദീർഘമായ സാംസ്കാരിക ചരിത്രം നോക്കുമ്പോൾ ഓക്കെ, വെൻ വി എൻവിഷൻ ദ കൾച്ചറൽ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്, മനുഷ്യൻ്റെ സാംസ്കാരിക ചരിത്രം നോക്കുമ്പോൾ ഇതൊക്കെ എവിടെയാണുള്ളത്? ഒരു ചെറിയ അംശം, ഓക്കെ, വളരെ ചെറിയൊരംശം. നമുക്ക് 5000 വർഷത്തെ റെക്കോർഡ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതിൽ തന്നെ നോക്ക് ഏത് കാലത്താണ് ഈ ഇന്നിപ്പോൾ ഏറ്റവും സജീവമായി ഈ ലോകം മുഴുവനും പിന്തുടരുന്നത് എന്ന അവകാശത്തോടു കൂടി അവതരിപ്പിക്കപ്പെടുന്ന സമ്പ്രദായങ്ങൾ. അവിടെയാണ് സ്വാമി വിവേകാനന്ദനെ പോലെയുള്ള മനുഷ്യ സമുദായത്തിൻ്റെ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള ദാർശനികർ വന്നു പറയുന്നത് 200 വർഷത്തിന് ശേഷം ഇതൊന്നും ഉണ്ടാവില്ല. എത്ര കാലം നിലനിൽക്കട്ടെ, അത് 2000 വർഷം, 2500 വർഷം, അതൊക്കെ മനുഷ്യന്റെ സുദീർഘമായ ചരിത്രത്തിലൊന്നുമില്ല. അതൊക്കെ ഇടയ്ക്കുള്ള നമ്മുടെ ചില വഴിവിട്ട യാത്രയോ അല്ലെങ്കിൽ പുതിയ വഴിവെട്ടലോ ഒക്കെയാണ്. അതെല്ലാം എവിടെ ചെന്ന് ചേരും? രാജപാതയിൽ, മുഖ്യധാരയിൽ വന്നു ചേരണം. അതാണ് നിയമം. എത്രയൊക്കെ വഴിവിട്ട് സഞ്ചരിച്ചാലും നമ്മൾ ക്രമപ്പെട്ട് പിന്നെന്ത് ചെയ്യാണ്? ജീവിതത്തിലേക്ക് വരികയാണ് ചെയ്യുക. ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള നമ്മളെല്ലാം ചെറുപ്പത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളോടൊക്കെ സഞ്ചരിച്ചതിന് ശേഷം പിന്നെന്ത് ചെയ്യുന്നു? പൊതുമര്യാദ തിരിച്ചറിയുകയും ജീവിതത്തിൻ്റെ നയങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തതിനു ശേഷം ജീവിതത്തെ റെക്ടിഫൈ ചെയ്തു, റെഗുലറൈസ് ചെയ്തു, അതിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒരുമിച്ച് പോകാനുള്ള ഒരു തുനിയലാണ്, പ്രയത്നമാണ് നമുക്കുള്ളത്. കാരണം അടിസ്ഥാനപരമായിട്ട് നമ്മൾ ആത്മാക്കളാണ്. ആത്മാക്കളുടെ പ്രയത്നം ഒരേ ദിശയിലാണ് പോകുന്നത്. പുല്ല് തൊട്ട് മനുഷ്യൻ വരെ അടിസ്ഥാനപരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് സുഖത്തെ. അപ്പോൾ ഇതൊരു ചെറിയ കാര്യമല്ല. ഇത് പരമ്പരയിൽ ഇന്നിപ്പോൾ പഠിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ എന്ത് കഷ്ടമാണ്. നമ്മൾ ആരാണ് എന്നത് അന്ന് ഗ്രീസിൽ അന്വേഷിച്ചില്ലേ? സോക്രട്ടീസ് എന്താണ് അവിടെ പാശ്ചാത്യ തത്വചിന്തയുടെ ദർശനത്തിൻ്റെ ഇന്നും സയൻസ് തുടങ്ങിയുള്ള എല്ലാ സംവിധാനത്തിൻ്റെയും ആണിക്കല്ലായ ഗ്രീക്ക് ദർശനത്തിൽ, ചിന്തയിൽ നോ ദൈ സെൽഫ്, നിങ്ങളെ അറിയുക, അവനവനെ അറിയുക. എന്തേ അറിഞ്ഞില്ലേ? ഇപ്പോഴും എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിനേക്കാൾ വലിയ ദയനീയത ഞാൻ കാണുന്നില്ല. മൊത്തത്തിൽ ആകെ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും ദയനീയമായ ഒരവസ്ഥയാണ് ആത്മാവ് എന്ന ശബ്ദം. അതെന്തു ആയിക്കോട്ടെ, സംജ്ഞാഭേദമാത്രമിതം. ഋഷി വാത്സ്യായനൻ പറയും, നിങ്ങൾ പേരെന്ത് വേണമെങ്കിലും വിളിച്ചോ, ആത്മാവെന്ന് വിളിച്ചോ, അനാത്മാവെന്ന് വിളിച്ചോ, സത്ത എന്ന് വിളിച്ചോ, ലൈഫ് എന്ന് വിളിച്ചോ, എന്ത് വേണമെങ്കിലും വിളിച്ചോ. പക്ഷേ അതാണ് ഞാൻ കുറിച്ചത്. ഇച്ഛാദിഭിരാത്മാ അനുമീയതേ, ഇച്ഛാദിഭിരാത്മാ അനുമീയതേ. എല്ലാ കാലത്തിലും എല്ലാ സ്ഥലത്തും നമ്മൾ അനുമാന പ്രമാണത്തെ മുൻനിർത്തണം. ത്രികാല ബാധയില്ലാത്തത്. കാരണം പ്രത്യക്ഷം വലിയ കാര്യമാണ് സയൻസ് പറയുന്നത്. പക്ഷെ പ്രത്യക്ഷത്തിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്താണ്? പ്രത്യക്ഷം അതാത് കാലത്തേ ഉള്ളൂ. ഐൻസ്റ്റൈൻ എത്ര വലിയ കാഴ്ച കാണുന്നയാളാണെങ്കിലും അദ്ദേഹം ഉപയോഗിച്ച ടെലസ്കോപ്പോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാമഗ്രികളോ എല്ലാ കാലത്തും എല്ലാവർക്കും ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കിട്ടിയ പ്രത്യക്ഷം നമുക്ക് കിട്ടണമെന്നില്ല. അതെപ്പോഴാണ് അത് വാലിഡേറ്റഡ് ആവുന്നത്? മൂന്ന് കാലത്തെ താണ്ടണം. അതാണ് ആനുമാനികം, ഇൻഫറൻഷ്യലാണ്. സയൻസ് എന്ന് പറയുന്നത് പോലും അതിൻ്റെ വാലിഡായ ലോസ് അതെല്ലാം ഇൻഫറൻഷ്യലാണ്. ഇതൊന്നും ആർക്കും തെളിയിക്കാൻ പറ്റത്തില്ല. ആരാണ് ആറ്റത്തെ കണ്ടിട്ടുള്ളത്? ആരാണ് സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ കണ്ടിട്ടുള്ളത്? ആരും കണ്ടിട്ടില്ല. ഊഹിക്കുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് പ്രോട്ടോൺ ഉണ്ടെന്ന് പറഞ്ഞു. നെഗറ്റീവ് ചാർജ് ഡിറ്റക്ട് ചെയ്തു, അതുകൊണ്ട് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോണും പ്രോട്ടോണും രണ്ടും ഉണ്ടെങ്കിൽ ഒരു ന്യൂട്രോൺ കൂടി ഉണ്ടാകണം ഇതിൻ്റെ ബാലൻസിന്, അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഗതികൾ പറഞ്ഞതിന് ശേഷം വീണ്ടും അതിൽ നിന്ന് ഭിന്നമായി കുറച്ചുകൂടി ആഴത്തിൽ, കുറച്ചുകൂടി താഴ്ന്ന സറ്റിലായിട്ടുള്ള തലത്തിൽ ഇതിപ്പോൾ സംസാരിച്ച ആണവതലമാണ്. അപാണവതലം, സബ് ആറ്റോമിക് ലെവലിൽ
കൂടുതൽ ചാർജസ് കണ്ടു തുടങ്ങി. അവിടെയും വീണ്ടും എന്ത് ചെയ്യുന്നു? സെറ്റിലായിട്ടുള്ള നെഗറ്റീവ് ചാർജ്, സെറ്റിലായിട്ടുള്ള പോസിറ്റീവ് ചാർജ് ഒക്കെ കാണുന്നു. അപ്പോൾ ഇതുപോരാ. അപ്പോൾ എന്ത് ചെയ്തു? പോസിട്രോൺ ഉണ്ട് എന്ന് ഓക്കെ അനുമാനിക്കുന്നു. ഇങ്ങനെ പോവല്ലേ? ബൈസോണ്, എന്തെല്ലാം വന്നു, ക്വാർക്കുകൾ. ഇതൊന്നും നമ്മുടെ ധാരണ എന്താ? ഇതെല്ലാം ശാസ്ത്രജ്ഞന്മാർ സൂക്ഷ്മമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനും അങ്ങനെ ധരിച്ചിട്ടുണ്ട്. അങ്ങനെ കാണാനാവില്ല, ഊഹിക്കാനേ ആവുള്ളൂ. ഭദ്രമായ ഊഹമാണ് ശാസ്ത്രത്തിൻ്റെ വഴി. അത് ആധുനികമാകട്ടെ പുരാതനമാകട്ടെ. പിന്നെ രണ്ടു കൂട്ടർക്കും ഊഹശക്തി ഉണ്ടായിരുന്നു എന്ന് അംഗീകരിക്കാൻ നമുക്ക് ഒരു വിവേകം ഉണ്ടാവണം. അത് മെല്ലെ മെല്ലെ പാശ്ചാത്യ ദേശത്ത് ഈ സയൻസിൻ്റെ പേരിൽ മുറവിൽ നമ്മൾ കൂട്ടുമ്പോൾ പാശ്ചാത്യ ദേശത്ത് ആ വിവേകമൊക്കെ ഉണ്ടായിട്ട് പുതിയ ഇഷ്ടംപോലെ മെത്തേഡ്സ് അല്ലെങ്കിൽ പിന്നെ ഡിസിപ്ലിൻസ് ഇതേപോലെ വളരെ പ്രാചീനമായ ദർശനാദികൾ ഉൾക്കൊള്ളുന്ന ഭാരതത്തെ പോലെയുള്ള ദേശങ്ങളെ മാനിക്കുകയും ആ പരമ്പരകളിൽ നിന്നും ട്രഡീഷണൽ നോളജ് സിസ്റ്റം എവിടെയുണ്ടെങ്കിലും സംരക്ഷിക്കണമെന്ന് ചാർട്ടർ UN പാസ്സാക്കി. എവിടെയുണ്ടെങ്കിലും ട്രഡീഷണൽ നോളജ്, അതൊരു 75 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു 3 തലമുറയെങ്കിലും നേരിട്ട് കണ്ടുപോയിരിക്കുന്ന കാര്യങ്ങൾ, അനുഭവങ്ങൾ എവിടെയെങ്കിലും കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക മൂല്യം കൽപ്പിക്കണം. എന്തുകൊണ്ട്? കാരണം ഒരു തലമുറയ്ക്ക് അവരെത്ര വലിയ സയൻറ്റിസ്റ്റുകളായിക്കോട്ടെ, എത്ര വലിയ പിന്നെ ബുദ്ധിയുള്ളവരാകട്ടെ, പരിണത പ്രജ്ഞ ഉണ്ടാവില്ല. പരിണതമായ, പാകം വന്ന് പക്വമായ, നേരത്തെ പറഞ്ഞ പോലെ തലമുറകളുടെ ഇടം വലം കാണുവാനുള്ള. നമുക്ക് മുമ്പ് ഒരുപാട് പേരുണ്ട്. വലിയൊരു ദീർഘമായ ചങ്ങലയുടെ ഭാഗമായിട്ട് ഒരു ചങ്ങലയാണ് നമ്മൾ. ഈ ചങ്ങല പൊട്ടുന്നില്ല, ഇനിയും വരികയാണ്, മുന്നോട്ടുണ്ട് ഒരുപാട്. അപ്പോൾ ഇത് കാണണ്ടേ? ന്യൂജൻ എന്ന് പറഞ്ഞാൽ ആഘോഷിക്കാൻ പറ്റുമോ? കുറച്ച് പേരുടെ ആഘോഷത്തിന് നിന്നു കൊടുക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ശ്രദ്ധിച്ച് ചെയ്യാവൂ അത്തരം കാര്യങ്ങൾ. അപ്പോൾ ചില ലോകങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി എല്ലാം ബലി കഴിക്കുന്ന ഒരു നയത്തിലേക്ക് ഏത് സയൻസ് നമ്മളെ വലിച്ചുകൊണ്ട് പോയാലും ശ്രദ്ധിക്കണം. വീണ്ടും പറയട്ടെ, ഭിന്ന ലോകങ്ങൾ എക്കാലത്തും നിലനിൽക്കും. ലോകമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതൃലോകം, ശിശുലോകം, ഇങ്ങനെ വ്യത്യസ്ത ലോകങ്ങൾ, അടരുകൾ, അതെല്ലാ കാലത്തും ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് മറ്റൊന്നിനെ ബലി കഴിച്ചുകൊണ്ടല്ല നിൽക്കേണ്ടത്. കോഓപ്പറേഷൻ വിത്ത് കോമ്പറ്റീഷൻ, മത്സരം ആയിക്കോട്ടെ, പക്ഷെ സഹകരണം ഉണ്ടാവണം. ആ സഹകരണത്തിലൂന്നിയ അതിജീവനം, അതാണ് മനുഷ്യ പരമ്പരയുടെ വിജയം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രകൃതിയെ കാർന്ന് വിഴുങ്ങി അതിനെ നശിപ്പിച്ച് ഒരു ജനത സുഖമായിട്ട് ജീവിക്കുക, ആഘോഷിക്കുക, ജീവിതത്തിന് നെറുകയിലെത്തിയെന്ന് ഘോഷിക്കുക, അതെങ്ങനെ സാധിക്കുന്നത്? ഇന്ന് നമുക്ക് തന്നെ ഒരു 10-25 വർഷം മുമ്പത്തെ ശുദ്ധജലമുണ്ടോ? നമ്മളിൽ തന്നെ കൃത്യമായിട്ട് തൊടിയിൽ നിന്നും വെള്ളം കുടിച്ചിട്ടുള്ളവർക്കറിയാം, ഇന്നത്തെ കിണറ്റിൽ പോലും ആ വെള്ളം കിട്ടുന്നില്ല. വേണ്ട, ഉരുക്കുഴി പോലുള്ള തീർത്ഥസ്ഥാനങ്ങൾ ഇപ്പോഴും ഉണ്ട്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ട് അത് കൃത്യമായിട്ട് ഈ പ്രാചീന പാതകളിലൂടെ, പുരാതന വഴികളിലൂടെ, മലമ്പാതകളിലൂടെ സഞ്ചരിച്ചിട്ടുള്ളവർക്കറിയാം. ആ ജലം ഇന്ന് പുറത്ത് കിട്ടുന്നില്ല. അതെന്താ കാരണം? ചൂഷണത്തിൻ്റെ, അശാസ്ത്രീയമായ സയൻറ്റിഫിക് പ്രയോഗങ്ങളുടെ. സയൻസിനെ അല്ല ഞാൻ കുറ്റം പറയുന്നത്. അത് സയൻസ് എന്ന് പറഞ്ഞ് കച്ചവടമാക്കി അവനവൻ്റെ ഈ പറഞ്ഞ പോലെ അവനവൻ്റെ ഇഷ്ടങ്ങളെ, രുചികളെ സ്ഥാപിക്കുക. പൊതുവായ സാമൂഹികമായ രുചിയുണ്ടെന്ന് അംഗീകരിക്കാതിരിക്കുക. എന്നിട്ട് അതിനെയൊക്കെ അമിത സദാചാരം, കപട സദാചാരം എന്ന് തള്ളുക. അപ്പോൾ അത് ശരിയല്ല. കാരണം പൂർവികർ നമ്മോടൊപ്പം നമുക്ക് നമ്മോടൊപ്പം നിലനിൽക്കണം ആശിച്ച ചില മൂല്യങ്ങളുണ്ട്. അതിനെ കരുതലോടുകൂടി നമ്മൾ റീവാലിഡേറ്റ് ചെയ്തു. നിങ്ങളതിനെ തർക്കിച്ചു. കാരണം എന്താ? അവർ തന്നെ പറയുന്നുണ്ട്, വേദശാസ്ത്രത്തെ സംബന്ധിച്ച് അതിനെ തർക്കം കൊണ്ട് അതിന് നോവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തർക്കനിർണയാഭ്യാം ലോകയാത്ര പ്രവർത്തത. തർക്കവും നിർണയവും തന്നെ ഏത് ലോകത്തിൻ്റെ ഏത് കാലത്തെ യാത്രയായിക്കോട്ടെ. ഈ പറഞ്ഞ വ്യത്യസ്ത ലോകങ്ങളുണ്ടല്ലോ, കുട്ടികളുടെ ലോകമാവട്ടെ, പുല്ലിൻ്റെ ലോകമാകട്ടെ. പുല്ല് ലോകം മുഴുവനുണ്ട്, അതിന് വേറൊരു ലോകമാണ്. ആല് പോലെയുള്ള വലിയ വൃക്ഷങ്ങൾ, അതും ലോകം മുഴുവനുണ്ട്, അത് വേറൊരു ലോകമാണ്. പ്ലാവിൻ്റെയും ആലിൻ്റെയും തത്വം സമാനത ഉണ്ടാകാൻ പക്ഷേ വിശേഷതയുണ്ട്. അതിനെല്ലാം പ്രത്യേക ഐഡൻറ്റിറ്റി ഉണ്ട്. ഇപ്പോൾ വനസ്പതികളുടെ ലോകം വേറെ, തൃണങ്ങളുടെ ലോകം വേറെ, ഇതെല്ലാം പൂർവ്വികർ കണ്ടിരുന്നു. ആ ലോകങ്ങൾക്കെല്ലാം പ്രത്യേക അസ്തിത്വമുണ്ട്. അതൊക്കെ നിലനിൽക്കണം. അപ്പം ഇവിടെ ഈ ലോകങ്ങളൊക്കെ എന്തുകൊണ്ട് നിലനിൽക്കണം? അവിടെയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ശരിയായ അനുമാനത്തിൻ്റെ ആവശ്യം. ഇച്ഛാദിഭിരാത്മാ അനുമീയത. എന്തതിനർത്ഥം? ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങളെ കൊണ്ട് ആത്മാവിൻ്റെ
അനുമാനം ചെയ്തു കൊള്ളണം. ആത്മാവുണ്ട് എന്ന് തർക്കിച്ച് ഉറപ്പിച്ച് നിർണയിച്ച് പോകണം ഓരോ തലമുറയും. അല്ലാതെ ആത്മാവ് ആരുടെയോ ഒരു കപടസങ്കല്പമാണ്, അതിനെ തള്ളിക്കളയാതെ നിങ്ങൾ മുന്നോട്ട് പോകില്ല. നിങ്ങളുടെ വളർച്ച മുഴുവനും മുരടിച്ചു പോകും. ഈ ആത്മാവെന്ന് പറഞ്ഞൊരു സംഗതി എടുത്തു വെച്ചാൽ വളർച്ച മുഴുവനും മുരടിച്ചു പോകും. അതേറ്റവും പിന്തിരിപ്പനാണ് എന്നും മറ്റും പഠിപ്പിക്കാൻ കഴിയുന്ന ഒരു ബലമുണ്ടല്ലോ, അതിനെ സമ്മതിച്ചു കൊടുത്താൽ മതിയോ. കാരണം ഈ പരമ്പര മുഴുവനും ആത്മാവുണ്ട് എന്ന് പറയുമ്പോൾ കപിലൻ എന്താ പറയുന്നത്? ആത്മാവിനെ പറ്റി പറയുന്നത് സാഖ്യദർശനത്തിൽ ആനുമാനികത, ഇൻഫറൻഷ്യൽ സയൻസിന്റെ അങ്ങേ അറ്റത്ത് നിന്നുകൊണ്ടാണ് സാഖ്യദർശനം പ്രവർത്തിക്കുന്നത്. സാഖ്യദർശനത്തെ ഒന്ന് മറികടക്കുവാനും സാഖ്യദർശനത്തിന്റെ കൺസെപ്ച്വൽ ലെവലിലെങ്കിലും അതിനപ്പുറത്തേക്ക് പോകുവാൻ ആധുനിക സയൻസിന്റെ ഇന്നുവരെയുള്ള ഒരു അപ്ഡേറ്റുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു യൂണിഫൈഡ് തിയറി അവർക്ക് ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല. തന്മാത്രാ തലത്തിൽ പോലും സാഖ്യദർശനം തന്മാത്ര എന്ന് അവതരിപ്പിക്കുന്ന മോളിക്യൂളല്ല. അപ്പോൾ തന്മാത്ര സാഖ്യത്തിലൂടെ നമുക്ക് കിട്ടി. തന്മാത്ര എന്ന വാക്ക്, തന്മാത്ര, ദ തിങ് ഇൻ ഇറ്റ് സെൽഫ്. ഉടനെ നമ്മൾ എന്ത് ചെയ്തു? കെമിസ്ട്രിയിൽ ഒരു മോളിക്യൂൾ എന്ന് പറഞ്ഞൊരു സങ്കല്പം വന്നു, അതിന് ചാർത്തി കൊടുത്തു. തന്മാത്ര എന്ന ശബ്ദം വരേണ്ടത് എവിടെ നിന്നാണ്? സാഖ്യദർശനത്തിലാണ്. ഇപ്പൊ പൃഥിവി എന്ന് പറഞ്ഞ മണ്ണ് എന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുന്ന സംഗതി, അതിന്റെ തന്മാത്ര എന്താണ്? ഗന്ധം. ഗന്ധവതി പൃഥിവി എന്ന് നിർവചനം കൊടുക്കുന്നു. ഏത് വസ്തുവിനാണോ ഗന്ധം എന്ന തന്മാത്രയുള്ളത് അതിന്റെ പേര് മണ്ണ്, പൃഥിവി. അപ്പൊ നമുക്ക് മൂക്കുണ്ട്, ആ മൂക്ക് കൊണ്ട് മാത്രമേ ഗന്ധം തിരിച്ചറിയാനാവുകയുള്ളൂ. വേറെ ഒരു വസ്തു കൊണ്ട് തലച്ചു നോക്കുക, ലാഭമല്ല. ഏത് സാമഗ്രികൾ നിങ്ങൾ എടുത്തു, സയൻസിന്റെ എന്തുമാത്രം വലിയ സാമഗ്രികൾ എടുത്തു, ഗന്ധം എന്ന് പറയുന്ന ആ പ്രത്യേകത തിരിച്ചറിയാൻ വേറെ ഒരു മാർഗവുമില്ല. നമ്മുടെയൊക്കെ മൂക്കുകൾ മാത്രമേ ഉള്ളൂ. അത്ര കണ്ട് വെൽ ബിൽറ്റായിട്ടാണ്, വെൽ നിറ്റായിട്ടാണ് ഈ പറഞ്ഞ ലോകങ്ങളെ നമ്മുടെ പൂർവികർ കണ്ടത്. ഗന്ധവതി പൃഥിവി എന്ന് പറയുകയും ചെയ്തു. അപ്പൊ ആ ഗന്ധം ഏത് വസ്തുവിന്റെ മൗലിക ഗുണമാണോ അതിനെയാണ് പൃഥിവി എന്ന് പൂർവികർ നിർണയിച്ചത്. നമ്മൾ ഇന്ന് കാണുന്ന സാധാരണ മണ്ണല്ല. കാരണം അതെന്താണ്? അതിനകത്ത് ശബ്ദം കേൾക്കാം, മണ്ണ് വീഴുമ്പോൾ ശബ്ദം കേൾക്കാം. അപ്പം ശബ്ദത്തിന്റെ തന്മാത്ര അതിലുണ്ട്, അതിനെ കാണാം. ചുവപ്പ് നിറം, ചുവന്ന മണ്ണ്, വെളുത്ത മണ്ണ്, കറുത്ത മണ്ണ്, ഇങ്ങനെയുള്ള ഭേദങ്ങളോടുകൂടിയുള്ള രൂപം അവിടെ സന്നിവേശിച്ചിട്ടുണ്ട്, അത് വേറെ. അപ്പം രൂപതന്മാത്ര അതിലുണ്ട്. അതുപോലെ തന്നെ രുചിച്ചറിയാം, ജലമുണ്ട് അതിൽ. അപ്പം ഇന്ന് നമ്മൾ കാണുന്ന, നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്ന, സയൻസ് അന്വേഷിക്കുന്ന ആ സാമഗ്രി ഈ തന്മാത്രയല്ല. അപ്പോൾ തന്മാത്ര ഏതോ പ്രത്യേക ഒരവസ്ഥയിൽ ഉന്നതമായ ഒരു സ്ട്രക്ചറൽ ഡിഫറൻസിൽ കിടക്കുകയാണ് ഇന്നത്തെ ചിന്തയിൽ നിന്ന്. വേറെ ഏതോ ഒരു സ്ട്രക്ചറിലാണത് കിടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ, അതെല്ലാം പഠിക്കുകയും വ്യവസ്ഥാപിതമായിട്ട് നൂറ് കണക്കിന് സൂത്രങ്ങളിലൂടെ കോഡ് ചെയ്യുകയും ചെയ്ത സാഖ്യദർശനത്തിൽ കപില ഋഷി പറയുന്നു, അസ്തി ആത്മാ നാസ്തിത്വ സാധനാഭാവാത്. എന്താ നമ്മൾ ശ്രദ്ധിക്കാത്തത്? എന്ത് യുക്തിവാദമാണ് അതിന്റെ മുമ്പിൽ നിൽക്കുക? അസ്തി ആത്മാ, ആത്മാവുണ്ട്. സയന്റിസ്റ്റ് പറയുന്നു അസ്തി ആത്മാ, ആത്മാവുണ്ട്. എന്തുകൊണ്ട്? നാസ്തിത്വ സാധനാഭാവാത്. അതില്ല എന്ന് തെളിയിക്കാൻ ഒരു തെളിവും ഈ പ്രപഞ്ചം നൽകുന്നില്ല. ആത്മാവിനെ കാണാൻ കഴിയുന്നില്ല. അതിനെ സാധാരണ വസ്തുക്കളെ കൊണ്ട് അല്ലെങ്കിൽ സയൻസിന്റെ ലാബിൽ വെച്ച് പരീക്ഷിച്ചറിയാൻ കഴിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞു ബയോളജി മെല്ലെ മെല്ലെ അങ്ങോട്ട് നീങ്ങുന്നു എന്ന്. പക്ഷെ മെല്ലെ മെല്ലെ നീങ്ങുന്നുള്ളൂ, അത്രയൊന്നും ദൂരമില്ല. ഇത്രയും ദൂരത്തിന്റെ ആവശ്യമില്ല. കാരണം പരമ്പരാ വിഷയങ്ങൾ നിർണയങ്ങൾ തന്നു കഴിഞ്ഞു, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മളിപ്പോഴും തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്, എങ്ങും എത്താത്ത തർക്കത്തിലാണ്. പൂർവികർ നിർണയം തന്ന വിഷയങ്ങളിൽ സംശയമുണ്ടാകുന്ന കാരണം പരമ്പരയായിട്ട് ബന്ധമില്ല, പഠിക്കുന്നില്ല. ഒരു ഗ്രന്ഥവും പഠിക്കുന്നില്ല, മൗലിക ഗ്രന്ഥങ്ങളൊന്നും പഠിക്കുന്നില്ല. അവരെങ്ങനെ പഠിച്ചു മിടുക്കരായി നമ്മളെ ഉപദേശിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. എന്നിട്ട് പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാക്കാനുള്ള ധൃതിയിലാണ് നമ്മൾ. എല്ലാം പുതിയ ടെക്സ്റ്റ് ബുക്കുകളാണ്, പഴയതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. അപ്പോൾ ഇത് വലിയ എന്താണ് പറഞ്ഞത്, വലിയ ചെറിയ ബ്രേക്കല്ല അവിടെ വന്നത്. അപ്പം അസ്ഥി ആത്മാ നാസ്തിത്വ സാധനാഭാവാത്. ഈ പ്രപഞ്ചത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒരു നിയമവും ആത്മാവിന്റെ അസ്തിത്വത്തെ നിഷേധിക്കാത്തതുകൊണ്ട് ആത്മാവുണ്ട്. ഇനി അതിനെപ്പറ്റി പറയാം. ഇങ്ങനെയാണ് നമ്മളുടെ ചിന്ത പോകുന്നത്. ഇച്ഛാതിഭിരാത്മാനുമീയതേ, ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയണം. നിങ്ങൾ പ്രോട്ടോൺ ഉണ്ട് അല്ലെങ്കിൽ പോസിട്രോൺ ഉണ്ട് എന്ന് പറയുന്ന അതേ പദ്ധതിയിലാണ് ആത്മാവുണ്ട് എന്ന് പൂർവീകർ പറഞ്ഞത്. അപ്പോൾ ഇച്ഛ എന്താണ്? ആഗ്രഹം. ഏതെങ്കിലുമൊക്കെ കാര്യങ്ങളെ നമ്മൾ ആഗ്രഹിക്കുന്നു. ഏത്? പുല്ല് മുതൽ മനുഷ്യൻ വരെയുള്ള എല്ലാ വ്യത്യസ്ത ജീവലോകവും ആഗ്രഹം വെച്ച് പുലർത്തുന്നു.
എന്തിനോടുള്ള ആഗ്രഹമാണ്? സമാനമായിട്ട് എന്തെങ്കിലും പറയാൻ കഴിയുമോ? വ്യത്യസ്തമായിട്ട് ഒരുപാട് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മളെല്ലാം പൊതുവെ ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് അടുത്ത ലക്ഷണത്തിൽ പറയും. സുഖം, സുഖത്തോടുള്ള ഇച്ഛ. അതിൻ്റെ വിപരീതാവസ്ഥയുണ്ട് ദ്വേഷം. ചിലതൊന്നും നമുക്ക് ഇഷ്ടമല്ല, ചിലതിനോടൊക്കെ നമുക്ക് വെറുപ്പുണ്ട്. എന്തിനോടാ വെറുപ്പ്? ആ വെറുപ്പിൻ്റെ ഒരു ആകത്തുക എന്ത്? ദുഃഖം. സുഖവും ദുഃഖവും. അപ്പോൾ 4 കാര്യം കിട്ടി: ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം. ഇതര വസ്തുക്കളിൽ, നമ്മളുടെ ഒപ്പമുള്ള ഒരേ സ്ഥലകാലങ്ങളിലുള്ള വസ്തുക്കളിൽ നിന്ന് ഈ പറയുന്ന പുല്ല് മുതൽ മനുഷ്യൻ വരെയുള്ള പ്രത്യേകതരം വസ്തുജാലത്തിന് മറ്റെങ്ങുമില്ലാത്ത ചില പ്രത്യേകതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണ്? പ്രയത്നം. അത് അനങ്ങുന്നുണ്ട്, അത് പോകുന്നുണ്ട്, സ്ഥാനാന്തരണം ചെയ്യുന്നു, ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു, ആരും പറയാതെ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു, അല്ലേ? ചേഷ്ടകൾ, പലപാട് ചേഷ്ടകൾ കാണുന്നു. ആ ചേഷ്ടകളുടെ ആകത്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാനസികം, വാചികം, ശാരീരികം. മനസ്സുകൊണ്ട്, വാക്കുകൊണ്ട്, ശരീരം കൊണ്ട് ചേഷ്ടകൾ ചെയ്യുന്നു. അതെന്തിനെ കാണിക്കുന്നു? പ്രയത്നമുണ്ട് എന്ന് കാണിക്കുന്നു. പ്രയത്നം അതൊരു ഗുണമാണ്, സാധാരണ ആക്ഷനല്ല. പിന്നെ മൗലിക ഗുണങ്ങളിലൊന്നാണ് പ്രയത്നം. എന്തിനു വേണ്ടിയാണ് പ്രയത്നിക്കുന്നത്? സുഖദുഃഖങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് പ്രയത്നം. ഇനി ഈ പ്രയത്നം വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. അതിനെന്ത് വേണം? ജ്ഞാനം വേണം. 6ാമത്തെ ഗുണം ജ്ഞാനം, അറിവ്. എന്തിൻ്റെ അറിവ്? ഏത് വസ്തുവാണ്, ഏത് വ്യക്തിയാണ്, എന്താണ് എനിക്ക് സുഖം നൽകുന്നത്, എന്താണ് എനിക്ക് ദുഃഖം നൽകുന്നത്, എങ്ങനെയാണ് എൻ്റെ ഇച്ഛ തൃപ്തമാകുന്നത്, എങ്ങനെയാണ് എൻ്റെ ദ്വേഷം ഒഴിവാകുന്നത്. അപ്പോൾ അനുകൂലമായ വസ്തുക്കൾ, സുഖം നൽകുന്ന വസ്തുക്കൾ അടുത്തുണ്ടാവണമെന്നും ദുഃഖം നൽകുന്ന വസ്തുക്കൾ ദൂരെ പോകണമെന്നും, അവ അടുത്തിരിക്കരുതെന്നും. സുഖം നൽകുന്ന വസ്തുക്കൾ അടുത്തിരിക്കണം, അകലെ പോകരുത്. ദുഃഖം നൽകുന്ന വസ്തുക്കൾ അടുത്തിരിക്കരുത്, അകലെ പോകണം എന്ന ഇച്ഛ, ദ്വേഷം. അതിന് തിരിച്ചറിവോടുകൂടിയുള്ള പ്രയത്നം. അപ്പോൾ ഇച്ഛ, ദ്വേഷം, സുഖം, ദുഃഖം, ജ്ഞാനം, പ്രയത്നം, ജ്ഞാനം. ഈ 6 ഗുണങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ, അത് സൂക്ഷ്മത്തിലാവട്ടെ, അതിൻ്റെ പേരാണ് ആത്മാവ്. ഇത് നിഷേധിക്കട്ടെ, ഇത് തെറ്റാണെന്ന് തെളിയിക്കട്ടെ, ഇതിന് പകരം ഒരു അടിത്തറ കാണിച്ചു തരട്ടെ. അതുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് തർക്കിക്കുന്നത്? സംജ്ഞാഭേദമാത്രമിതം. നിങ്ങൾ പേരിട്ട്, ഞങ്ങൾ ആത്മാവെന്ന് വിളിച്ചു, ഇനി അതിനോട് യോജിപ്പില്ലേ, പുതിയ പേരിട്ട്. പക്ഷേ പറയണം, ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങൾ ഏത് വസ്തുവിൻ്റെതാണെന്ന് ചൂണ്ടിക്കാണിക്കണം. അത് ശരീരത്തിലില്ല, കാരണം ജീവശരീരത്തിലുണ്ടായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ പോയി. നല്ല ആരോഗ്യത്തോടെ ഇരുന്നൊരു ശരീരം, നേരത്തെ പറഞ്ഞ ഇച്ഛ മുതൽ ജ്ഞാനം വരെയുള്ള സൂക്ഷ്മ ഗുണങ്ങളെ പ്രകടമാക്കിക്കൊണ്ടിരുന്നൊരു ശരീരം ഒരു സുപ്രഭാതത്തിൽ വീണുപോകുമ്പോൾ, മൂർച്ഛിച്ചോ മരണപ്പെട്ടോ പോകുമ്പോൾ എവിടെ പോയത്? ഈ ഗുണങ്ങൾ എങ്ങോട്ട് പിൻവാങ്ങി? ശരീരത്തിൻ്റെതായിരുന്നെങ്കിൽ അത് കാണിച്ചേനെ, എപ്പോഴും കാണിച്ചേനെ. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോകണം. ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം, പിന്നെ അടുത്ത ക്ലാസ്സിൽ പോകാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, തർക്കവും നിർണയവും എല്ലാ തലമുറയും ചെയ്യണം. നമ്മുടെ പൂർവികരും അത് ചെയ്തിരുന്നു. ഇത് പുതിയൊരു കാര്യമല്ല. പുതിയ കാര്യമാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അതിൽ അപകടമുണ്ട്, അത് തിരിച്ചറിയണം. ആത്മാവിനെ അറിയാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് എല്ലാ തലമുറയും ബോധപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടി ന്യായം തുടങ്ങിയുള്ള വൈദിക ശാസ്ത്രങ്ങളുടെ അധ്യയനം നിരന്തരം നമ്മൾ ചെയ്ത് ഉറപ്പിക്കേണ്ടതുണ്ട്. ഇത് ചെയ്യാത്തത് വലിയ പാതകമാണ്, ചെറിയ പാതകമല്ല. അത് 1-2 വ്യക്തികളുടെ കാര്യമൊന്നുമല്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അധികാര വടംവലികൾക്കിടയിൽപ്പെട്ട് ശുദ്ധജ്ഞാനത്തിൻ്റെ പരമ്പരയ്ക്ക് മുറിവുണ്ടാകുന്നത് പൊതുവെ മനുഷ്യന് ഛേദമായിട്ട് മാറും. അത് കുറച്ച് കഴിഞ്ഞേ ആ ദുഃഖം അറിയുകയുള്ളൂ. ഇപ്പോൾ ആ ദുഃഖം അറിയുകയില്ല. നേരിട്ട് നമ്മളെ ബാധിക്കാത്തിടത്തോളം ഒരു ദുഃഖവും ദുഃഖമല്ലല്ലോ. അപ്പം ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങളെ കൊണ്ട് ആത്മാവിനെ അറിയുക, ആ ആത്മാവ് അവനവനിലുണ്ട് എന്ന് ഉറപ്പാക്കുക, അതിനു വേണ്ടി പ്രയത്നിക്കുക. ബാക്കിയുള്ളതിനെയെല്ലാം സാധനങ്ങളായിട്ട് കണ്ടുകൊണ്ട്. അതാണ് നമുക്ക് ഇവിടെ ഇപ്പോൾ ഉപസംഹരിക്കാനുള്ളത്. ഓം. സംശയം കേട്ടിരിക്കുന്നത്, ഇപ്പൊ ആത്മാവിനെ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ പോലത്തെ കാര്യങ്ങളിലൂടെ വേണം
അതിലേക്ക് എത്താം. കാരണം ഇപ്പൊ പറഞ്ഞത് അതുമായിട്ട് ടോട്ടൽ രണ്ട് ഡയറക്ഷനാണ്. അപ്പൊ പിന്നെ നമ്മൾ പഠിച്ചു നോക്കിയപ്പോ തെറ്റാണ്. കൊള്ളാം, നല്ല ചോദ്യം. എന്നല്ല, ഇപ്പം കയ്യിൽ നെല്ലിക്ക ഇരിക്കുന്നു, അതിനെ പ്രത്യക്ഷ പ്രമാണം കൊണ്ട് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേദാദികളുടെ ആവശ്യമില്ല, അല്ലേ? നെല്ലിക്ക നമ്മുടെ കയ്യിലിരിക്കുന്നു എന്നത് എല്ലാവർക്കും ബോധപ്പെടാവുന്ന കാര്യമാണ്. അതിൻ്റെ ലക്ഷണം അറിയാമെങ്കിൽ അത് ഉണ്ട്, പ്രത്യക്ഷ പ്രമാണം മതി. പക്ഷേ പലപ്പോഴും പ്രമാണങ്ങൾ, അതിന് വ്യവസ്ഥ എന്ന് പറയും. ശാസ്ത്രീയമായിട്ട് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആണത്. ഏതാ പ്രമാണങ്ങളുടെ വിനിയോഗത്തിലൂടെ കൃത്യമായിട്ട് ഒരു വിഷയത്തെപ്പറ്റി അറിയുന്നു, അതിനകത്ത് തർക്കമൊന്നും ഉണ്ടാവുന്നില്ല. ഒരു നെല്ലിക്കയാണ്, അപ്പോൾ അത്യാവശ്യം സാമാന്യ ബോധമുള്ളവർ അംഗീകരിക്കും. പിന്നീട് ഒരു തർക്കമോ അതിനുവേണ്ടി ഒരു ശാസ്ത്ര പ്രവർത്തനമൊന്നും വേണ്ട. അതേസമയം കുറച്ചുകൂടി നമ്മൾ തീ കാണുന്നുണ്ട്, പുകയും കാണുന്നുണ്ട്, പക്ഷേ പർവ്വതത്തിലോ ദൂരെയുള്ളൊരു സ്ഥലത്തോ പുക കണ്ടു കഴിയുമ്പോൾ സംശയം എന്താ ഉണ്ടാവുന്നത്? പുകയാണോ പൊടിയാണോ സംശയം ഉണ്ടാവും, അല്ലേ? അതനുസരിച്ച് പ്രശ്നം വരുന്നു. പൊടിക്കൂട്ടം, മണ്ണിൻ്റെ അവിടുത്തെ പ്രത്യേകത അനുസരിച്ച് പുകയ്ക്ക് സമാനമായിട്ടുള്ള പൊടി ഉയരാം, വലിയ കാറ്റൊക്കെ വരുമ്പോൾ കാണുന്നത് പോലെ, അല്ലേ? അപ്പോൾ അത് എന്ത് പ്രതിഭാസമാണ് എന്നറിയണം. അറിഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം എന്താണ്? എൻ്റെ വീട് അവിടെ ആവാം, എൻ്റെ ബന്ധുക്കളുടെ വീട് അവിടെ ആവാം, അത് തീ പിടിച്ചതല്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്, അല്ലേ? എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അഗ്നി. തീ എപ്പോഴും കാണുന്നുണ്ട്, പുകയും കാണുന്നുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ടാലേ നമുക്ക് സമാധാനമുള്ളൂ. ഇപ്പോൾ ഒന്നേ കാണുന്നുള്ളൂ. എന്താ കാണാതെ പോകുന്നത്? തീ എന്ന് പറയുന്ന ബേസിനെ കാണുന്നില്ല, പുക മാത്രമേ കാണുന്നുള്ളൂ. പിന്നെയും സംശയം എന്താ വരുന്നത്? അടുക്കളയിൽ തീ പുകയോടൊപ്പം കാണുന്നുണ്ട്, പുകയില്ലാതെയും കാണുന്നുണ്ട്. ഗ്യാസ് അടുപ്പിന് പുകയില്ല, സാധാരണ അടുപ്പിന് പുകയുണ്ട്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകുന്നു. അപ്പോൾ ഈ സംശയത്തെ ഒന്ന് അടുക്കി നോക്കി, പൂർവ്വീരനെ അടുക്കി കാണിച്ചു തന്നു. നമുക്കിതൊന്നും മനസ്സിലാവത്തില്ല. പൂർവ്വീർ അടുക്കി കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് പറഞ്ഞു തന്നു. എങ്ങനെ? അത് ഇത്രയേ ഉള്ളൂ കാര്യം. പുകയുള്ളിടത്തെല്ലാം തീ ഉണ്ടാകും, തീ ഉള്ളിടത്ത് പുകയുണ്ടാവില്ല. പുകയുണ്ടാവണമെന്നില്ല, നിർബന്ധമില്ല. തീ ഉള്ളിടത്തെല്ലാം പുകയുണ്ടാവണം നിർബന്ധമില്ല. പക്ഷെ പുകയുള്ളിടത്ത് തീ ഉണ്ടായേ മതിയാകും. അപ്പോൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, അത് പുകയുണ്ടോ എന്ന് ഉറപ്പിച്ചാൽ മതി. പുകയാണോ എന്ന് ഉറപ്പിച്ചാൽ മതി. പുകയുണ്ടെങ്കിൽ തീ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും ഉണ്ടാകും, എത്ര ദൂരം ആയിക്കോട്ടെ ഉണ്ടായിരിക്കും. അപ്പോൾ അനുമാനത്തിലൂടെ ഉറപ്പിക്കാൻ കഴിയുന്ന അങ്ങനത്തുള്ള അറിവുകൾ. അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തൃപ്തി വന്നോ? പിന്നെ സംശയമാണ്. അയ്യോ, എന്നാലും ആദ്യം ഒരു സംശയം വന്നല്ലോ, അത് പൊടിക്കൂട്ടമാണോ അങ്ങനെയൊക്കെയുള്ള സംശയം വന്നല്ലോ. പുകയാണെന്ന് ആദ്യം ഒരു തോന്നലുണ്ടായില്ലല്ലോ. പിന്നെയും സംശയം മാറുന്നില്ല. പോയി നോക്കി കളയാം, എന്ത് വില കൊടുത്തും. കാരണം എന്താണ്? അവിടെ അത്രയും മൂല്യവത്തായ സാമഗ്രികളുണ്ട്. എൻ്റെ വീടുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവാം. എന്തായാലും സംശയം തീർക്കണം. അവിടെ പോയി കണ്ട് തീയുണ്ട്, അത് നമ്മളെ ബാധിച്ചിട്ടില്ല എന്ന് ഉറപ്പാകുന്നത് വരെയും ജിജ്ഞാസ തൃപ്തമാവില്ല. അതുകൊണ്ടാണ് പ്രത്യക്ഷ പരാപ്രമിതി എന്ന് പറയുന്നത്. പ്രത്യക്ഷത്തെ ആശ്രയിച്ചാണ്. പക്ഷെ അത് വെറും പ്രത്യക്ഷമല്ല, ആരെങ്കിലും കണ്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആഭ്യന്തര പ്രത്യക്ഷം, അവനവന് ബോധ്യം, അനുഭൂതി ഉണ്ടാവണം, അല്ലേ? ആ അറ്റം വരെയും ഇവിടെയും നോക്ക്. ശ്രുതി പറഞ്ഞു. ഇപ്പം മറ്റിടത്ത് പുകയുണ്ടെന്ന് അല്ല, അതുകൊണ്ട് അവിടെ നോക്കിയേ, ദൂരെ പുക കാണുന്നുണ്ട്, നിങ്ങൾ കണ്ടോ? ഇല്ല. പുക കണ്ട ഒരാള്, അല്ല തീയും കണ്ടിട്ട് വന്ന ഒരാൾ പറഞ്ഞു ഇതാ അവിടെ തീപിടുത്തം ഉണ്ടായി. ഓക്കെ, പല പല കേസുകൾ. അപ്പോൾ ആരോ നമ്മളോട് പറഞ്ഞു, അതാണ് ശബ്ദപ്രമാണം എന്ന് പറയുന്നത്. ആരോ കണ്ടവൻ പറഞ്ഞു, നമ്മൾ കണ്ടിരുന്നില്ല അത് കേൾക്കുമ്പോൾ. എന്നിട്ട് അയാൾ പറഞ്ഞു, ഇതോ അയ്യ തീപിടുത്തു, അതെങ്ങനെ? അതവിടെ വരാൻ വഴിയില്ലല്ലോ, ഇതോ നോക്ക്, പുകയുണ്ടോ? പുകയുണ്ടല്ലോ. ഓ, പുകയുണ്ട്. കാരണം എന്താണ്? പുകയുള്ളിടത്തെല്ലാം തീയുണ്ട് എന്ന് അടുക്കളയിലും മറ്റും നമ്മൾ അറിഞ്ഞു, അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ചിരുന്നപ്പം നമുക്കറിയാം ഇപ്പോൾ ഒന്നേ ഉള്ളൂ, അപ്പം ബാക്കിയുള്ളതും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. കാണുന്നില്ലെന്നേ ഉള്ളൂ, മറിഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പം അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു. നമ്മൾ അറിയാതെ ശബ്ദപ്രമാണത്തിലൂടെ കേട്ടറിഞ്ഞതിനെ അനുമാനത്തിലൂടെ നമ്മളൊന്ന് ഉറപ്പിച്ചു. വേദത്തിലും പരമ്പരയിലും ഒക്കെ അതും ഇതൊക്കെ പറഞ്ഞു. നമുക്കും സംശയം വന്നു, നമ്മൾ അതിലൂടെ കുറേയൊക്കെ നമ്മൾ ഊഹിച്ചു. ഇനി എങ്ങോട്ട് പോകണം? നേരിട്ട് കണ്ടുറപ്പിക്കണം, അതിനാ വഴിയിലൂടെ പോകണം. അപ്പോൾ അയാൾ പറഞ്ഞതാ ഇതുവഴി പോയാൽ മതി, അവിടെ തീ ഞാൻ കണ്ടതാണ്. പോയി കണ്ട് ഉറപ്പിച്ചു, തൃപ്തി വന്നല്ലോ. ആദ്യം കേട്ടത് ശരിയാണെന്ന് ഉറപ്പിച്ചല്ലോ. അപ്പോൾ ദ്വിധാബദ്ധം സുബദ്ധം ഭവതി. 2 വട്ടം കെട്ടിയാലേ ഉറപ്പാവുകയുള്ളൂ. അത്രയേ ഉള്ളൂ. ആത്മാവുണ്ട് എന്ന് ശ്രുതിയിലൂടെ കേട്ടറിഞ്ഞു, പരമ്പരയിലൂടെ കേട്ടറിഞ്ഞു. നേരത്തെ നാസ്തി ആത്മാ, ഉണ്ട്, ആത്മാവുണ്ട്, ആത്മാവിനെ നിഷേധിക്കാനാവില്ല. അപ്പോൾ ശങ്കരനെ പോലെയുള്ള ആധുനികർ പറയും, പരമ്പരയിലെ ആധുനിക ആചാര്യന്മാരെ പറയും, സർവലോക പ്രത്യക്ഷമാത്മാ. എടാ, നിങ്ങളെല്ലാം പ്രത്യക്ഷമാക്കിയിരിക്കുന്ന എന്തോ അതിൻ്റെ പേരാണ് ആത്മാവ്, അപ്രത്യക്ഷ വിഷയമല്ല. ഇനിയും ബ്രഹ്മത്തെപ്പറ്റി പോലും
യാജ്ഞവൽക്യനും വലിയ മഹർഷിമാരുടെ സഭയിൽ, ജനകന്റെയും മറ്റും സഭയിൽ അവർ ഈ വിഷയത്തെ തർക്കിക്കുമ്പോൾ വലിയ തർക്കങ്ങളാണ് നടക്കുന്നത്. ബൃഹദാരണ്യോപനിഷത്ത് തുറന്നു നോക്കണം, വലിയ തർക്കമാണ്. അവര് നേരിട്ട് പോയി ധ്യാനിക്കുന്നുമല്ല, ധ്യാനിക്കുന്നു, എല്ലാവരോടും ഒരുമിച്ചിരുന്ന് ധ്യാനിക്കുന്നു, അവരങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാവിനെ കാണുകയും കാണിക്കുകയും ചെയ്യുന്നു. അങ്ങനെയൊന്നും അല്ല ഉപനിഷത്തുകളിൽ. ഉപനിഷത്തുകളാണ് ചിന്തയുടെ ഹിമാലയങ്ങൾ, ആത്മാവിന്റെ ഹിമാലയങ്ങൾ എന്ന് പറയുന്നത്. അവയിൽ അങ്ങനെയൊന്നും അല്ല. നമ്മളീ പറയുന്ന ധ്യാനമാർഗത്തിലൂടെ ഒന്നും അല്ല അത് പറയുന്നത്. അവര് വാക്കിലൂടെ തന്നെയാണ് പറയുന്നത്. എന്നിട്ട് എന്താ പറയുന്നത്? സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ. എന്താണോ ഏറ്റവും സാക്ഷാത്തായിട്ടിരിക്കുന്നത്, ഒരിക്കലും അപരോക്ഷമായി ഇരിക്കാത്തത്, അതിന്റെ പേരാണ് ബ്രഹ്മം. അത്തരം അനുഭവങ്ങളോടെ സഞ്ചരിപ്പിക്കാൻ വാക്കിന് കഴിയും. എങ്ങനെ? സാക്ഷാത് എപ്പോഴും പ്രത്യക്ഷമായിരിക്കുന്നു. ഏറ്റവും കണ്ണിന്റെ ഉള്ളിലിരിക്കുന്ന സംഗതിയെ കാണാൻ പറ്റുമോ? കണ്ണിൽ കരട് വീണു, ആരുടെയെങ്കിലും സഹായത്തോടെ എടുത്ത് കളയുന്നേ. എന്താ കണ്ണിന് കാണാൻ പറ്റാതെ പോയത് എന്തുകൊണ്ടാണ്? ഇനി ചരകനെ പോലെയുള്ള നമ്മളുടെ സയന്റിസ്റ്റുകൾ പറയും, ഭാരതീയ പരമ്പരയിലുള്ള സയന്റിസ്റ്റുകൾ, ചരക സംഹിത ഇന്നും ഏറ്റവും മികച്ച ഹെൽത്ത് സയൻസ് ടെക്സ്റ്റ് ബുക്കാണ്. ഇന്നും അതിനെ വല്ലാണ്ട് ടെക്സ്റ്റ് ഇല്ല. മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച്, മരുന്നുകളുടെ പ്രയോഗമല്ല അതിലുള്ളത്, മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഇന്നും എല്ലാ സമൂഹവും അത് പഠിക്കുന്നുണ്ട്, ചരക സംഹിത. അപ്പോൾ ചരക സംഹിതയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഉദ്ധരിച്ചാണ് നമ്മൾ ചതുർവേദ പദ്ധതി തുടങ്ങി വെച്ചത്. എന്താണ്? പ്രജ്ഞാപരാധോ രോഗഹേതു. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നു, പ്രത്യക്ഷം അല്പമേവ അപ്രത്യക്ഷമാണ് അല്പം. പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അല്പമേ ഉള്ളൂ, അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. ഈ കാണുന്നത് ടിപ്പ് ഓഫ് ദ ഐസ്ബ്രക്കാണ്. കാണാതിരിക്കുന്നതോ ഏറെയുണ്ട്. അതിന് ഉദാഹരണം എങ്ങനെ പറയുന്നത്? ഏറ്റവും രസകരമായ ഉദാഹരണമാണ് ഇന്ദ്രിയം അഭി അതീന്ദ്രിയം. ഒരു ശാസ്ത്രജ്ഞനായതുകൊണ്ടാണ് അത് പറയുന്നത്. നിങ്ങൾ ഈ പറഞ്ഞല്ലോ ഇന്ദ്രിയത്തിന്റെ കാഴ്ചയല്ലേ നിങ്ങൾ പറയുന്നത്, സയൻസിനും ഒക്കെ ആധാരമായിട്ടുള്ള ഏറ്റവും വാലിഡായ നോളജ്. ഓക്കെ, ഇന്ദ്രിയം അഭി അതീന്ദ്രിയം. കണ്ണിനെ കാണണമെങ്കിൽ വേറെ കണ്ണ് വേണം, അല്ലെങ്കിൽ കണ്ണാടി മുന്നിൽ വെക്കണം. ഇതാണ് അവസ്ഥ കിടക്കുന്നത്. എന്നിട്ടും നമ്മളുടെ വിടംബനം എന്താണ്? എന്താണ് വിളംബരം ചെയ്യുന്നത്? ഞാനെല്ലാം കണ്ടു, ഇതാണ് ശരി. വെറും ശാഠ്യം മാത്രമാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ അഭിസംപ്ലവം ഉണ്ടാവണം എന്ന് ശാസ്ത്രം പറയും. അഭിസംപ്ലവം എന്ന് വെച്ചാൽ അനേകം പ്രമാണങ്ങൾ ചേർത്ത് കൊരുത്തു വെച്ചുകൊണ്ട് നമ്മളുടെ അനുഭൂതിയിലേക്ക് എത്തണം. നേരത്തെ പറഞ്ഞ പോലെ തീയുണ്ട് എന്ന് ജസ്റ്റ് നമ്മളുടെ തൊട്ട് 1 കിലോമീറ്റർ പോലും അകലെയില്ല. ഒരു കാതം, ഒരു വെളിപ്പുറത്ത് ഒരാൾ ഒച്ച വെച്ച് പറയുന്നു, നമ്മൾ കേൾക്കുന്നു. ഒരു കാതം അല്ലേ, ക്രോശം എന്നൊക്കെ പറയുന്നു. ഒന്ന് അലറി വിളിച്ചാൽ കേൾക്കാവുന്ന ദൂരം, അവിടെ ആണ് നമുക്ക് എന്തുണ്ടാകുന്നത്. പക്ഷെ നേരിട്ട് കാണാൻ പറ്റുന്നില്ല, കൃത്യമായിട്ട് കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ എല്ലാ വശവും കാണാൻ പറ്റുന്നില്ല. തീപിടുത്തം ഉണ്ടായി, ശബ്ദം കൊണ്ട് കേട്ടു, ഊഹിച്ചു, പോയറിഞ്ഞു. ഈ ക്രമം എല്ലായിടത്തും ഉണ്ടാവും. ആത്മാവുണ്ട് എന്ന് ശാസ്ത്രം പറഞ്ഞു. ആത്മാവുണ്ടാകുവാൻ ഇച്ഛ തുടങ്ങിയുള്ള ഗുണങ്ങൾ മറ്റൊരു വസ്തുവിലുമില്ല. അതുകൊണ്ട് ആ ഗുണങ്ങളുടെ ആധാരമായി, ആ ഗുണങ്ങൾക്ക് ഗുണിയായി, ഓക്കെ, wherever there are properties or attributes, there should be substantial, okay, substratum should be there. But substantial entity, substance അവിടെ വേണം. വസ്തുവില്ലാതെ ഗുണങ്ങൾ പ്രകാശനം ചെയ്യില്ല. എവിടെ ഗുണങ്ങളുണ്ടോ അവിടെ വസ്തു ഉണ്ടാകണം. നമ്മൾ കാണുന്നോ കാണാതിരിക്കുന്നത് വേറെ. അവിടെ അഗ്നി കൊണ്ട് കണ്ടില്ല, അഗ്നി ഇല്ലാഞ്ഞിട്ടല്ല കാണാതിരുന്നത്, ഉണ്ടായിട്ട് കാണാതിരിക്കുകയാണ്. പ്രത്യക്ഷം അല്പമേവ സയൻസ് ശാസ്ത്രജ്ഞൻ പറയുന്നു. പ്രത്യക്ഷം വളരെ കുറച്ചേ ഉള്ളൂ. ആ പ്രത്യക്ഷം അല്പം. അവിടുത്തെ തീയെ നമ്മൾ എങ്ങനെ കണ്ടു? അകക്കണ്ണുകൊണ്ടാണ് കണ്ടത്, അല്ലേ? അപ്പൊ അങ്ങനെ ആത്മാവിനെ കേട്ടു, ആത്മാവിനെ ഊഹിച്ചു, ആത്മാവിനെ കാണണം. അതിനുവേണ്ടി യോഗം തുടങ്ങിയുള്ള ധ്യാനാദികൾ പ്രക്രിയകൾ ചെയ്യണം. പക്ഷെ ആദ്യം ഉറപ്പിക്കണ്ടേ? വെറുതെ പോയി എന്തിനെങ്കിലും ധ്യാനിച്ചിട്ട് ആരെങ്കിലും പറഞ്ഞതാ ഇതാണ് ആത്മാവ്. വിപസ്സനയുടെ കാര്യം പറഞ്ഞു. ബൗദ്ധ സമ്പ്രദായമാണ്. അവർ മനസ്സിന്റെ കുറെ വികലതകളെല്ലാം പരിഹരിച്ച് നമ്മളെ പ്രത്യേക അവസ്ഥയിലാക്കി തരും. ശൂന്യതയിൽ അവിടെ ആത്മാവില്ല, അനത്താവാണ്, ശൂന്യതയാണ് അവർ അവിധ്യാനം ചെയ്യുന്നത്. വിപസ്സന എന്ന് പറഞ്ഞ വലിയൊരു സമ്പ്രദായം വേഷം മാറി വരുന്നുണ്ട്. പ്രച്ഛന്ന ബൗദ്ധമാണത്. നമ്മുടെ ആളുകൾ ഒരുപാട് പേര് അതിലൊക്കെ പോയി വീഴുന്നുണ്ട്. സാധാരണ വീട്ടിൽ ഇരുന്ന് വൃത്തിയായിട്ട് ജപമൊന്നും ശീലിക്കാത്തത് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന വിഹ്വലതകളാണതല്ല. നിത്യവും വിളക്ക് കത്തിക്കുക, അത്യാവശ്യം നാമം ജപിക്കുക, മനസ്സിന് ചിട്ട വരും. അത്യാവശ്യം ശാസ്ത്രം ശ്രവിക്കണം. നാമജപത്തിലൂടെ കിട്ടേണ്ടിയിരുന്ന അതാണ്. ജ്ഞാനപ്പാന തുടങ്ങിയുള്ള കർമ്മകാണ്ഡത്തെയൊക്കെ വിശദീകരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ നമുക്കുണ്ട്. പച്ച മലയാളത്തിൽ കിട്ടുന്ന ജ്ഞാനപ്പാന ധ്യാനത്തിനുള്ള ഏറ്റവും വലിയ ഉപാധിയാണത്. അപ്പം ജ്ഞാനപ്പാനയിലൂടെ അർത്ഥഗ്രഹണം ചെയ്യുന്ന ഒരാൾക്ക് ധ്യാനിക്കാതിരിക്കാൻ പറ്റില്ല. സ്വാഭാവികമായി അയാൾ ധ്യാനത്തിലേക്ക് നയിക്കപ്പെടും. അതേസമയം വിപസ്സന ചെയ്യുന്ന ഒരാൾ
അയാൾക്ക് തത്കാലമുള്ള വൈകാരികമായിട്ടുള്ള ക്ഷോഭങ്ങൾക്ക് ശാന്തി ഉണ്ടായേക്കാം, പക്ഷെ അയാൾക്ക് ഒരിക്കലും ആത്മധ്യാനം ഉണ്ടാവില്ല. നിർവിഷയമായി ചിത്തത്തെ കൊണ്ടുപോകാൻ അതിന് വഴിയില്ല. ഓക്കെ, അവരെവിടെ ധ്യാനിക്കും? എന്തിനെ ധ്യാനിക്കും? എന്തിനാണ് ധ്യാനം? ആത്മാവിന്റെ പ്രത്യക്ഷകരണമാണ് ധ്യാനത്തിന്റെ ലക്ഷ്യം. അതൊക്കെ വേറെ വഴി. അപ്പൊ അതുകൊണ്ട് പരമ്പരയെ ഗ്രഹിക്കുക. ശുദ്ധമായ പരമ്പര, ശാസ്ത്രത്തിന്റെ പരമ്പര വെരിഫൈ ചെയ്യാവുന്ന, ഫാൾസിഫൈ ചെയ്യാനാവില്ല. തെറ്റെന്ന് നിങ്ങൾക്ക് തെളിയിക്കാനാവത്തില്ല. കാരണം ഞാൻ അങ്ങനെ പോയിട്ട് ശരിയാണെന്ന് ബോധ്യപ്പെട്ട എൻ്റെ ബോധ്യമാണ് പങ്കുവെക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. നമുക്ക് വെരിഫൈ ചെയ്യാം. കാരണം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ഓൾ ആർ റെക്കോർഡഡ് വെൽ, ഓക്കെ, ഇൻ ബ്യൂട്ടിഫുൾ സയന്റിഫിക് ലാംഗ്വേജ്. സംസ്കൃതത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. യൂണിവേഴ്സൽ ലാംഗ്വേജ്. ആരുടെ മാതൃഭാഷയല്ല, ആർക്ക് വേണമെങ്കിലും സ്വന്തമായിട്ട് പ്രയത്നം ചെയ്ത് പഠിച്ചെടുക്കാം. മാതൃഭാഷ എല്ലാവരുടെയും. ഓക്കെ, സയന്റിഫിക് ലാംഗ്വേജ് ആണ്. അപ്പോൾ ആർക്കും അത് പ്രയത്നം ചെയ്ത് പഠിച്ചെടുക്കാം. അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, വെരിഫൈ ചെയ്യാം. പിന്നെയോ പരമ്പര സാക്ഷ്യമാണ്. എന്തെല്ലാം സമ്പ്രദായങ്ങൾ കിടക്കുകയാണ്. ഏതെങ്കിലും സമ്പ്രദായത്തിലെ ഒരു സമ്പ്രദായ ഗുരുവിനെ സമീപിച്ച് അതിൻ്റെ സംശയങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാം. എന്നിട്ട് വേണം ഇത്തരം വാദഗതികൾക്ക് വശപ്പെടാൻ. ഇല്ലെങ്കിൽ കുറേ ചങ്ങലയുടെ പുറകിൽ നമുക്ക് പുറകിൽ കിടപ്പുണ്ട്. ആ വലിയ ചങ്ങലയുടെ ഒരു കണ്ണിയാണ് നമ്മളെന്ന ബോധ്യമില്ലാതെ അങ്ങനെ വെറുതെ എന്തിനാണ് കാറ്റിൽ പറന്നു പോകുന്നത്, വെള്ളത്തിൽ വരച്ച വര പോലെ പോകുന്നത്, അല്ലേ ചേമ്പലിൽ ഒഴി നടക്കുന്ന വെള്ളത്തുള്ളികൾ പോലെ ആകുന്നത്. അപ്പം അങ്ങനെ പോകാതിരിക്കുവാൻ വേണ്ടി കൂടുതൽ സാർത്ഥകമായ ചിന്ത നമുക്ക് വേണം. അത് ഞാൻ ഇത്തിരി വിശദമായിട്ട് പറഞ്ഞതിന് കാരണം ഗംഭീര ചോദ്യം ആയതുകൊണ്ടാണ്. ചോദ്യത്തിന് ഇത്രയും വിശദീകരണം വേണ്ട, പക്ഷേ നല്ല ചോദ്യം ആയതുകൊണ്ടാണ് അത് പറഞ്ഞത്. മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. കാണുന്നില്ല. മൂർത്തി സാറാണോ? നമസ്തേ. നമസ്തേ. അതായത് ഈ മോക്ഷശാസ്ത്രത്തിൽ പറയുന്നത് താപത്രയങ്ങൾ അല്ലെ താപത്തിന്റെ കാരണം രാഗം ദ്വേഷം ആണെന്ന് പറയുന്നതല്ല. അപ്പൊ ഈ ഇച്ഛാദ്വേഷം എന്ന് പറയുന്ന ആത്മാവിന്റെ ഗുണമാണെങ്കിൽ ആ ആത്മാവിന്റെ ഗുണത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് കഴിയുമോ? നിയന്ത്രിച്ചുകൊണ്ടൊരു മോക്ഷം സാധ്യമാണ്? അവിടെയാണ് നല്ല ചോദ്യമാണത്. കാരണം സാധനയുമായിട്ട് തന്നെ നേരിട്ട് ലിങ്ക്ഡ് ആണത്. പിന്നെ നമ്മൾ എന്തിലാണ് ഈ ഇച്ഛാദ്വേഷം എന്ന് പറയുമ്പോൾ ആത്മാവിന്റെ ഗുണമാണെങ്കിൽ താങ്കൾ കൃത്യമായി പറഞ്ഞു, മാറ്റമില്ല. സനാതനമായ നിത്യമായ സത്തയുടെ ഗുണങ്ങൾ എന്നും ഉണ്ടാവും. നമ്മളിൽ നിന്നും ഇച്ഛയും ദ്വേഷവും നീക്കാനാവില്ല. പക്ഷെ അത് രാഗവും ദ്വേഷവും ഒക്കെ ആവുന്നത് എങ്ങനെ? രാഗവും ദ്വേഷവും മോഹവും ആവുന്നത് എങ്ങനെ? സുഖാനുശയി രാഗ, ദുഃഖാനുശയി ദ്വേഷ. മനസ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കുറേ ജീവിച്ചു കഴിഞ്ഞപ്പോൾ നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെല്ലാം അന്ധകരണത്തിൽ വാസനകളായി സംസ്കാരങ്ങളായി കൂടി. അങ്ങനെയാണ് നമ്മൾ വലുതായി പോയത്. ആത്മാക്കൾ എന്നുള്ള നിലയിൽ നമ്മൾ ഒന്നാണ്. നിരതിശയാശ്ചേതന. ചേതനങ്ങൾക്ക് ഭേദമില്ല, ചേതന സത്തകൾക്കിടയിൽ ഭേദമില്ല. പുല്ലിൽ കിടക്കുന്ന ആത്മാവും ഈ ശരീരത്തിൽ ഇപ്പോൾ തത്വം പറയുന്ന എൻ്റെ ആത്മാവും ഒന്നു തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. പക്ഷേ അവസ്ഥാഭേദം വന്നു. എന്തുകൊണ്ടാണ്? നേരത്തെ പറഞ്ഞ താപത്രയ ബാധ, അതിന് കൂടുതൽ എനിക്ക് കുറവ്, താരതമ്യേന, അത്രയേ ഉള്ളൂ. അപ്പോഴും താരതമ്യേന. അപ്പൊ സുഖദുഃഖങ്ങള് ഇഷ്ടാനിഷ്ടങ്ങൾ അതിന്റെ പുറകെ പോയി നമ്മൾ എന്ത് ചെയ്തില്ല? ജ്ഞാനാത്മകമായ പ്രയത്നം ചെയ്തില്ല. 6 ഗുണങ്ങൾ ഒരുമിച്ചായിരുന്നുവല്ലോ. ഇച്ഛാദ്വേഷം, സുഖം, ദുഃഖം, ജ്ഞാനം, പ്രയത്നം. ആ പ്രയത്നം ജ്ഞാന വഴിക്ക് കൃത്യമായി പോയില്ല. ജ്ഞാനത്തിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ട് രാഗമായി പോയി. അതായത് ഇഷ്ടപ്പെടേണ്ടതിനെ അല്ല ഞാൻ ഇഷ്ടപ്പെട്ടത്, വെറുക്കേണ്ടതിനെ അല്ല വെറുത്തത്. അങ്ങനെ വരാമല്ലോ. ആ വിപരീത ആചരണങ്ങളിലൂടെ കർമ്മത്തിന്റെ ഗതി മാറിപ്പോയതുകൊണ്ട് അത് രാഗമായി, ദ്വേഷമായി. പക്ഷേ മനസ്സിലൂടെ പ്രതിഭാസിക്കുന്ന ആ രാഗവും ദ്വേഷവും ഉള്ളിലിരിക്കുന്ന ആത്മാവിന്റെ ശുദ്ധമായ ഇച്ഛയും ദ്വേഷവും തന്നെയാണ്. പക്ഷെ അതെന്ത് ചെയ്തു? അത് നിറം കെട്ടുപോയി. വീണ്ടും തുടച്ചെടുക്കണം, വൃത്തിയാക്കിയെടുക്കണം. അതിനുവേണ്ടിയാണ് സാധന.